ഗൈസ്, എൻ്റെ വീട്ടിലേക്ക് ഒരു സർപ്രൈസ് ഗസ്റ്റ് വന്നിട്ടുണ്ട്. ഗസ്റ്റിനെ ഞാൻ കാണിക്കാട്ടോ. ഗസ്റ്റിനുള്ള സാധനങ്ങളാണ് എൻ്റെ കയ്യിലുള്ളത്. ഗസ്റ്റ് ഇറങ്ങുമോ കാറിൽ നിന്ന്? ഗസ്റ്റ് കാറിലാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഗസ്റ്റ് കാറിൽ നിന്ന് ഇറങ്ങുമോ? ഗസ്റ്റ് കുറച്ച് തിരക്കുള്ള ആളാണ്, അത് കാരണം കാറിൽ നിന്ന് ഇറങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മൾ സൂക്ഷിക്കണം ഗസ്റ്റിനെ. ഗസ്റ്റ് വരും, വീട്ടിലേക്ക് വരും. ആദ്യമായിട്ടാണ് എൻ്റെ വീട്ടിലേക്ക് ഒരു ഗസ്റ്റ് ഇത്രയും വലിയ ഇൻഫ്ലുവൻസർ വരുന്നത്. അങ്ങനെ നമ്മുടെ മോയിനൊക്കെ വീട്ടിലേക്ക് എത്തിക്കാണ് ഗൈസ്. പടി കയറി ക്ഷീണിക്കും. ക്ഷീണിച്ചോ? ഇത് ഗ്രൗണ്ട് ഫ്ലോർ, ഫസ്റ്റ് സെക്കൻഡ്. അതെ, കയറി ഇറങ്ങി ഇതാവും. അതിപ്പോ കുറച്ച് കോളിലാണ് മിസ്സി മാൻ. ആരാ നമ്മുടെ മോയിനൊക്കെ നമ്മുടെ വീട്ടിൽ കയറി വന്നിരിക്കാണ്. ഹലോ പറ, രണ്ടാള് ഹലോ പറ. എന്താണ് മോയിനൊക്കെ വീട് ഫുള്ള് കണ്ടേ? ഒരു മിനിറ്റ്, അപ്പോഴേക്കും നമുക്ക് വെള്ളം കുടിച്ച് നല്ല. ഞാൻ എൻ്റെ ചെക്കനെ കാണാൻ പോവാണ്. നോക്കട്ടെ, ഇഷ്ടപ്പെട്ടോ? പെണ്ണിന് ഇഷ്ടപ്പെട്ടോ? ഷുഗർ കട്ടുണ്ട് ഗൈസ്. എല്ലാ ജ്യൂസ് കടയിലും പോയിട്ട് തന്നെ പറയും മധുരം വേണ്ട കേട്ടോ, ഷുഗർ കട്ടാണല്ലേ. എന്താ ചെയ്യാ, പ്രൊഫഷണൽ ആയ ആൾക്കാരൊക്കെ ഇങ്ങനെയാണ് ഗൈസ്. നമ്മളൊക്കെ പറഞ്ഞു കൊടുക്കും എന്റെ യൂട്യൂബ് വീഡിയോ. എന്റെ വീട്ടിലെ ആദ്യത്തെ ഗസ്റ്റ് ആണ് കേട്ടോ മോനിക്ക. മോനിക്ക് എനിക്ക് അധികം ഒന്നും മേടിച്ചു വെക്കാൻ പറ്റിയില്ല. ഞാൻ അടുത്ത പ്രാവശ്യം വരുമ്പോ നമ്മൾ ഇതാക്കും. മോനിക്ക് വരാന്ന് പറഞ്ഞപ്പോ സന്തോഷമായി. മോനിക്ക നമ്മളൊരു എന്താ പറയാ, നമുക്കറിയാം മോനിക്ക ഞാൻ എന്റെ അച്ഛനെ സന്ത കാണുന്നുള്ളത് അല്ലേ മോനെ? പറഞ്ഞോക്ക് അച്ഛൻ സന്ത തിരിച്ചു. അല്ല മോനെ, നല്ല പ്രായമുണ്ട് ആ ചേട്ടന്. ഞാൻ ജസ്റ്റ് വിളിച്ചു മാത്രേ ഉള്ളൂ. നല്ല പ്രായമുണ്ട് കണ്ടില്ലേ, സന്ധ്യയാ. മോനിക്ക് വീടൊന്നും കണ്ടല്ലേ, വീടിന്റെ ഉത്ഭാവമൊക്കെ ഞാൻ പിന്നെ കാണിച്ചു കൊടുക്കും ഇവർക്ക് അല്ലേ. യൂട്യൂബിലെ വീഡിയോ ആൾക്കാർക്കൊക്കെ ഞാൻ പിന്നെ കാണിച്ചു കൊടുക്കണേ. വെള്ളം ചേട്ടൻ ഷുഗർ കട്ടാ, എന്നിട്ട് ആ വെള്ളം മൊത്തം കുടിച്ചേ പാവം. ഉഴുന്നടയൊക്കെ കഴിക്കും, നല്ലതാ. ഒരാൾ എന്റെ വീട്ടിൽ വന്നിട്ട് ഈ പൈനാപ്പിൾ മൊത്തം എടുത്ത് കഴിച്ചു എന്ന് പറയാൻ പറഞ്ഞു. എന്നിട്ട് പറയാ കഴിഞ്ഞു എന്ന് പറഞ്ഞോളാം. അതെ, എടുത്ത് കഴിഞ്ഞിട്ട് ഇത് കഴിഞ്ഞാൽ കുഴപ്പമുണ്ടാവും. മാങ്ങ നല്ല പുളിയില്ലേ, നല്ല കുഴപ്പമില്ല. അത് എത്ര മാസമായി ചേച്ചി? ചേച്ചി പറയിച്ച് 10 മാസമായി. എന്റെ മോളൊക്കെ സുഖമായിരിക്കണോ? അതെ. എന്താ അമ്മ പറഞ്ഞൂട്ടാ? അമ്മ പറ മോനിക്കനെ. ദൈവമേ, തലക്കടിച്ച നാളെ മോനിക്ക് പോന്നെ കുറയ്ക്കാൻ നോക്കുക. ചേച്ചി കാണിച്ചു, ഞാൻ ചേച്ചിയോട് പറയട്ടെ, കുറച്ച് കാര്യങ്ങൾ പറയാണ്ട്. ക്ഷീണിച്ചേക്ക കുറച്ച്, ഷുഗർ ഡയറ്റ്. കല്യാണം കഴിച്ചിട്ടില്ലേ ഇത്? അമ്മ 10 പിള്ളേരുണ്ട്. പറയണ്ട വല്ലതും. കല്യാണം കഴിച്ചിട്ടില്ലേ എന്തെങ്കിലും പറയണ്ട. എന്നിട്ട് കല്യാണം കഴിച്ചിട്ടില്ലേ? 23 വയസ്സാണ് എന്റെ മൂത്ത മോന്. ഇവളുടെ അതേ പ്രായം. ഞാൻ തന്നെ പറയണ്ടേ, ഇവളെ എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ ഒന്ന് വെച്ച് എന്റെ മോന്റെ പ്രായം. എന്റെ കൊടുത്താ ഗൂഗിൾ പേ ചെയ്ത് കൊടുത്താ? അതെ, അമ്മക്ക് അതെ, ഗൂഗിൾ പേ ചെയ്ത് കൊടുത്തേ. സത്യം പറ, മോനിക്ക് എന്താ തന്നെ ഗൂഗിൾ പേ അല്ലേ? നന്ദൂര് ഞാൻ തന്നെ പറയില്ല, എന്റെ മോളിലെ വരെയാണ്. ചിലപ്പോ ഞാൻ പറയും ഒരുപാട് പോക്കിർത്തരം കാണിച്ചാൽ എന്റെ 2 കിട്ടണ്ട, എന്റെ മോന്റെ പ്രായമുള്ളൂ പറഞ്ഞു. ഇതാണ് എന്റെ മൂത്ത മോന്റെ പ്രായം. അവന് ഗ്രാജുവേഷൻ കഴിഞ്ഞ്, രണ്ടാമത്തെ മോന് 20 വയസ്സാവണു. നന്ദുമായിട്ട് ഭയങ്കര കമ്പനിയാണ്. ബിലാല് സ്കൂളിൽ പഠിക്കുന്നത്. നല്ല ചൂടിട്ടാ കഴിച്ചിട്ട് പറയാം. ചൂടിട്ടാ സ്വാദണ്ടാ, അടിപൊളിയാ. എന്റെ മോനെ വെക്കാറില്ലല്ലോ നോക്കെ. അമ്മ മോനെ അമ്മയുടെ പ്രായണ്ട്. പറഞ്ഞു ഒരു സുഖം. ബാക്കി അമ്മക്ക് 55 60 അറിയിച്ചിട്ട് ധൈര്യം ഇവിടെ നിൽക്കും. ചാടേ തിളപ്പിച്ച് പറ്റി ചോറായോണ്ട് പറയാത്തത് ചോറിനാ. എന്റെ അമ്മ ഈ ചോറിന്റെ 2-3 ദിവസം ചോറ് തന്നെ കൊടുത്തിട്ട് അറിയോ മോനിക്ക? പറയാ പറ, ചാൻസ് പറ. ഇത് കഴിക്കോ? എന്റെ വക ഹാർട്ട്, എന്റെ ഹാർട്ട്.
കഴിക്കാൻ വേണ്ടി അത് പോക്കില്ലേക്ക് പോണു. സുനമ്മേ നമ്മുടെ കൂർക്കുണ്ടാവുന്നു സ്പെഷ്യല്. അപ്പൊ ഇന്ന് കഴിക്കണമെന്ന് ഞാൻ അർത്ഥം. ടേസ്റ്റ് ഉണ്ടാ? കാര്യം ടേസ്റ്റ് ഉണ്ടാ? താങ്കു താങ്കു അമ്മ ടേസ്റ്റ് ഉണ്ട്. ഞാൻ മലപ്പുറത്തേക്ക് കൊണ്ടുവന്ന ഹോട്ടലിലേക്ക് കൂർക്ക കഴിക്കാൻ. അങ്ങനെ കഴിക്കാറുണ്ടല്ലോ ചിക്കനും മീനൊക്കെ അന്ന് ഞാൻ ചെമ്മീൻ ഉണ്ടാക്കിയതോ. ഹലോ ഹലോ നല്ല മോനിക്ക് നല്ല പ്രായം ഇട്ടാ. 70 വയസ്സ് നമ്മള് 80 വയസ്സിന്റെ സപ്തതി ആഘോഷിക്കാൻ പോവാ. മതിയാ ഇനി അടുത്ത വല്ലതും പറയണ്ട. അതെ കലിപ്പ് തീരുന്നില്ലല്ലോ ഒന്നും ഇല്ലേ? സത്യം പറ മോനിക്ക് എത്ര വയസ്സ്? ആൾക്കാരൊക്കെ കമന്റിൽ പറയുന്നു മോനിക്കിനെ കണ്ടാൽ 18 തികഞ്ഞിട്ടില്ല. അതാ സത്യ. അത് ഇന്നിട്ട് എപ്പോഴും പറയും മനസ്സിന്റെ കാര്യം. ഞാൻ പറയും മനസ്സൊന്നുമില്ല, മനസ്സ് കൊള്ളില്ല എന്നൊക്കെ. ഞാൻ അങ്ങനെ പറയോ? എന്നെ കൊല്ലരുത്തിട്ട ഗൈസ്. പാവം എനിക്ക് നമ്മുടെ ചങ്കാണ് സത്യത്തിൽ ഗൈസ്. ഞാനൊരു പാവാണ്. ഇവരൊക്കെ എന്നിട്ട് എന്നെ ക്രൂര ഹലോ അങ്ങനെ പറഞ്ഞപ്പോ ഫോണിലാന്ന് മനസ്സിലായി. പിന്നെ ക്രൂരമായി ഓരോന്ന് പറയുന്നു. വീഡിയോ കാണുന്ന പ്രത്യേക ശ്രദ്ധയ്ക്ക്. മോനിക്ക ഷുഗർ ഡയറ്റ് ആണ് കേട്ടോ. എന്നിട്ട് എന്താ കഴിക്കണം മോനിക്ക? ഒരാള് ജിമ്മിനൊക്കെ പോകുന്നുണ്ട്. ജിമ്മിന് പോകുന്ന ആളാണ്. ഷുഗർ ഡയറ്റ് ആണ്. എങ്ങനെയുണ്ട്? ഉണ്ണിച്ചേട്ടൻ വാങ്ങി തന്നാ? ചേച്ചിച്ചേട്ടൻ വാങ്ങി കൊടുത്താ? നമുക്ക് കഴിക്കണം. വയറ് നിറച്ച് കഴിക്കണം. ഇഷ്ടപ്പെട്ടില്ല. ടേസ്റ്റ് ഇല്ലേ? പ്രത്യേക ടേസ്റ്റ് ഇല്ല. അവന്റെ ഹണിയിലത്തെ അടിപൊളിയല്ലേ? ശരിയാ. എന്താ ചെയ്യാ? ഷുഗർ ഡയറ്റ് ഉള്ള ആളെ ടേസ്റ്റില്ലേ? കണ്ട അതാണ് നമ്മൾ എന്ത് സാധനം തന്നെ അപ്പ ടേസ്റ്റ് ഉണ്ടാവും. ഇതൊക്കെ കഴിച്ച് കാലിയാക്കി പറയാൻ പറഞ്ഞു. ഹലോ പില്ലിടൊക്കെ മോനൊക്കെ പോവാണ്. പോവാണോ? ബൈ ബൈ ഷിയു താങ്കു. മോനിക്ക മാസായി. എത്ര മാസായി? മോനിക്കയുടെ ഫാൻസ് എന്നെ കൊല്ലും. ഇവൾക്ക് എന്താ മോനിക്കയുടെ എന്റെ ചങ്കായനോട് ഞാൻ അങ്ങനെയൊക്കെ സംസാരിക്കണേ പറഞ്ഞു. ഓ മോനിക്കയുടെ മോനിക്ക എന്റെ വീട്ടിൽ കമന്റ് പറഞ്ഞിട്ട് ആൾക്കാർ ചെയ്യാ. അപ്പൊ തന്നെ ഫാൻസ്. എത്ര നാളായി ഞാൻ ചാനലൊക്കെ തുടങ്ങിയിട്ട് മോനിക്ക? ഞാൻ എത്ര വർഷമായിട്ട് തുടങ്ങിയിട്ടും ഇവിടെ എത്തിയിട്ടില്ല. അപ്പൊ മോനിക്ക വന്നതിൽ സന്തോഷം. താങ്കു. ഇനി ഒരു ദിവസം നമ്മൾ ഫുഡൊക്കെ കഴിക്കാനായിട്ട് വരും. ഓക്കെ ബൈ. അപ്പം നമ്മുടെ മോനൊക്കെ പോയി. മോനൊക്കെ കൊണ്ടാക്കിട്ടോ. എനിക്ക് വേണ്ട മോളെ. കണ്ട അതിൻ്റെ ഇടയിൽ കൂടെ ചോദിരുന്ന ഒരാൾ. ഇത് വേണ്ട മോനിക്ക നിൽക്കോ? വീഡിയോ പറഞ്ഞ മോനിക്ക വന്നതിൽ സന്തോഷമായി അമ്മ. വാ കുറച്ച് മതിട്ടാ. ഞാൻ കാലത്തൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. വേറെ അമ്മമാരെ വൃത്തി തരാം. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ മോനിക്ക വന്നതിൽ സന്തോഷമുണ്ട്. അപ്പോൾ വീടിൻ്റെ എല്ലാ കാര്യങ്ങളും ഇനി കഴിഞ്ഞിട്ട് വേണം, സെറ്റായിട്ട് വേണം എല്ലാവരും വിളിക്കണമെങ്കിൽ. അതായത് പെട്ടെന്ന് തന്നെ വിളിക്കണം. നടക്കട്ടെ പെട്ടെന്ന് കാര്യങ്ങൾ. ചെറിയൊരു വീഡിയോ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.